ഹായ്ടാ, സുഖല്ലേ? മഴയൊക്കെ ഉണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മളിതാ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഒരു 150 ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ഇത് ഉണ്ടാക്കാൻ കയറിയതാണ്. നാളെ രാവിലെ കൊടുക്കേണ്ട സാധനമാണ്. നമ്മൾ വൈകിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഒരു ചുവന്ന കളറാവണം. ഇതിൻ്റെ കളർ മാറി വരുന്നത് കണ്ടോ? ആ ഒരു ക്രീം കളറൊക്കെ മാറിയിട്ട് ഇതിനൊരു ചുവപ്പ് കളർ, ഒരു റെഡ് കളറിലേക്ക് വരും. അതുപോലെ വരുമ്പോഴത്തേക്ക് നമ്മളിത് മാറ്റിയിട്ട് ഇതിൻ്റെ മുള്ളും തലയൊക്കെ കളഞ്ഞാണ് നമ്മൾ എടുക്കാറ്. പിന്നെ നമ്മളിതാ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ച ചെമ്മീൻ കുറച്ച് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്താണ് പൊടിച്ചത്. രണ്ടാമത്തതിനകത്തേക്ക് നമ്മൾ രണ്ടാമത് പൊടിച്ചപ്പം അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് നമ്മൾ കുറച്ചായിട്ട് അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കുവാണ്. ഞാനിപ്പോൾ ധൃതി വെച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നതൊക്കെ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും മുളക് പൊടിയും തേങ്ങയും ചെമ്മീൻ്റെ പൊടിയും എല്ലാം കൂടെ ഒരുപോലെ നന്നായിട്ട് മിക്സാക്കി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആക്കണം. അപ്പോൾ തേങ്ങയുടെ പച്ചമണവും പച്ച ചുവയൊക്കെ മാറി ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. എങ്കിലേ ഉള്ളൂ ഇത് കേടുകൂടാതെ കുറച്ച് ദിവസമെങ്കിലും ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം. എന്ന് പറഞ്ഞ് കരിഞ്ഞു പോകരുത്. നന്നായിട്ട് മുരിച്ച് നന്നായിട്ട് എടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത് ഒരുപാട് ജോലിയൊന്നുമില്ല. നമുക്കൊരു 10-15 മിനിറ്റ് മാക്സിമം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് ഇത് കുറച്ചായിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മളൊക്കെ വാങ്ങിക്കാറില്ലേ, ചെറിയ പാക്കറ്റ് അച്ചാർ, 5 രൂപയുടെ അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ പാക്കറ്റിലാക്കി വേണമെങ്കിൽ സെയിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ആയിട്ടാണ് എനിക്ക് സെയിൽ ഓർഡർ വന്നത്. ഞാൻ 1/2 കിലോ ആയിട്ട് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഇത് കുറച്ച് ദിവസം ഇരിക്കേണ്ടതായതുകൊണ്ട് ഉള്ളിയൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി സെയിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്